അപ്പോൾ തിരൂർ തുപ്രങ്ങോട് ശിവക്ഷേത്രത്തിൽ നിന്ന് ശിവദാസ് കന്മന ഒപ്പം ചേരുന്നു. ശിവദാസ്, പറയൂ. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ തൃപ്രങ്ങോട് ശിവക്ഷേത്രത്തിലാണ്. രാവിലെ മുതൽ തന്നെ നിരവധി ഭക്തരാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. പാഞ്ചാരി മേളവും അതോടൊപ്പം തന്നെ ആന അടക്കമുള്ളവ ഉണ്ട്. പ്രത്യേക പൂജകൾ എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഉണ്ട്. ഈ ക്ഷേത്രത്തിലും അത്തരത്തിൽ പ്രത്യേക പൂജകൾ ഉണ്ട്. ശിവരാത്രിയോട് അനുബന്ധിച്ച് പ്രത്യേക പൂജകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും വൈകുന്നേരം കഴിഞ്ഞ ഒരാഴ്ചയോളം എല്ലാ ദിവസവും വൈകുന്നേരം കലാപരിപാടികൾ ഉണ്ട്. ഓട്ടംതുള്ളലും കഥകളിയും അടക്കമുള്ള കലാപരിപാടികൾ ഉണ്ട്. ഇന്ന് ശിവരാത്രി ദിനത്തിൽ നിരവധി ഭക്തരാണ് രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വ്രതം അനുഷ്ഠിച്ചും അതോടൊപ്പം തന്നെ ശുദ്ധിയും ശുദ്ധത വരുത്തിയും നിരവധി ഭക്തർ ക്ഷേത്രങ്ങളിലേക്ക് എല്ലാ ക്ഷേത്രങ്ങളിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ തൃപ്രങ്ങോട് ശിവക്ഷേത്രത്തിൽ നിരവധി ഭക്തർ രാവിലെ മുതൽ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേക പൂജകൾ ഈ വ്രതത്തിനോട് അനുബന്ധിച്ച് ഈ ശിവരാത്രിയോട് അനുബന്ധിച്ച് ഈ ക്ഷേത്രത്തിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ വൈകുന്നേരം പാഞ്ചാരി മേളം അടക്കമുള്ളതുണ്ട്. നമുക്കറിയാം ശിവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനം കൂടിയാണ് ശിവരാത്രി എന്ന് പറയുന്നത്. നിരവധി ഐതിഹ്യങ്ങൾ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ശിവൻ പാലാഴി മഥനവുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭക്തർ എല്ലാ ഉറങ്ങുമ്പോൾ ശിവൻ വർഷത്തിൽ ഒരിക്കൽ ഭക്തർക്ക് വേണ്ടി ഉറങ്ങുന്ന ഒരു ദിവസം, അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട്. അങ്ങനെ നിരവധി ഐതിഹ്യങ്ങൾ ശിവരാത്രിയുമായി ബന്ധപ്പെട്ടുണ്ട്. ഇവിടെ എക്സിക്യൂട്ടീവ് ഓഫീസർ, ഈ ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ, എന്താണ് ഈ ശിവരാത്രിയുടെ ഐതിഹ്യം ഒന്ന് പറയാമോ? കാരണം പുതിയ തലമുറയ്ക്ക് പലപ്പോഴും ഇത്തരം ഐതിഹ്യമൊന്നും അറിയില്ലായിരിക്കും. നിരവധി ഐതിഹ്യങ്ങളുണ്ട് ശിവരാത്രി. അതിലൊന്ന് പാലാഴി മഥനത്തിൽ കാളകൂട വിഷം ലോക നന്മയ്ക്ക് വേണ്ടി ശിവൻ അത് സേവിക്കുകയും പാർവതി അത് താഴോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി പാർവതി കണ്ഠത്തിൽ പിടിക്കുകയും മഹാവിഷ്ണു പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി മഹാവിഷ്ണു അത് പൊത്തിപ്പിടിക്കുക. അത് വിഷ്ണുവും ശിവനും എല്ലാവരും ഒന്നാണെന്നുള്ളൊരു ഐതിഹ്യം കൂടിയുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ കാളകൂട വിഷം സേവിച്ചിട്ട് അന്ന് മുഴുവൻ ഇവര് ഉറക്കമിളച്ച് കാത്തിരുന്നു. ശിവനൊരാപത്ത് വരാതിരിക്കാനും ലോകത്തിനൊരാപത്ത് വരാതിരിക്കാനും പാർവതിയും മഹാവിഷ്ണുവും കാവലിരുന്നു എന്നുള്ള ഒരു കുറേ ഐതിഹ്യങ്ങളിൽ ഒന്ന് അതാണ്. ഇവിടെ തൃപ്രങ്ങോട് അമ്പലം എന്ന് വെച്ചാൽ ഇവിടുത്തെ എന്ന് പറയുക മാർക്കണ്ഡേയനുമായിട്ട് ബന്ധപ്പെട്ടാണ്. മാർക്കണ്ഡേയ ചരിത്രത്തിൽ മാർക്കണ്ഡേയനായിട്ട് ബന്ധപ്പെട്ടാണ് തൃപ്രങ്ങോട് അമ്പലം. മാർക്കണ്ഡേയന് ചിരഞ്ജീവിത്വം കൊടുത്ത മൃത്യുഞ്ജയ മൂർത്തിയാണ് തൃപ്രങ്ങോട്ടപ്പൻ. മാർക്കണ്ഡേയൻ്റെ അച്ഛനും അമ്മയും, താപസന്മാരായ അച്ഛനും അമ്മയും പുത്ര ദുഃഖത്താൽ തപസ്സന്വേഷിച്ച് ഒടുവിൽ ഒരു കുഞ്ഞിനെ, ഏതു തരം കുഞ്ഞിന് വേണം, ദീർഘായുസുള്ള ഒരു മന്ദബുദ്ധിയെ വേണോ അതോ 16 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു ബുദ്ധിമാനെ വേണോ എന്ന് ചോദിച്ചതനുസരിച്ചിട്ട് ഒരു ബുദ്ധിമാൻ മതി എന്ന് പറയുകയും 16-ാം വയസ്സിൽ കാലൻ നാവാമുകുന്ദൻ്റെ ക്ഷേത്രത്തിലേക്ക് കാലൻ വരുന്നത് കണ്ട് നാവാമുകുന്ദ ക്ഷേത്രത്തിലെ തിരുനാവായിൽ നാവാമുകുന്ദ ക്ഷേത്രത്തിലേക്ക് ശ്രീകോവിലേക്ക് മാർക്കണ്ഡേയൻ എന്നെ രക്ഷിക്കാൻ വേണ്ടി നാവാമുകുന്ദനോട് പറഞ്ഞു. നാവാമുകുന്ദൻ പറഞ്ഞ് ഇത് നിന്നെ രക്ഷിക്കാൻ ഞാൻ അല്ല, മഹാദേവനാണ്, പിന്നിലുള്ളത് മഹാദേവൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു. അങ്ങനെയാണ് തൃപ്രങ്ങോട് അമ്പലം തിരുനാവായ അമ്പലത്തിൻ്റെ പിൻഭാഗത്താണ് വരുന്നത്. അത് ജിയോഗ്രഫിക്കലായിട്ടും അത് കൃത്യമാണ് പിന്നിൽ വരുന്നത്. അപ്പോൾ നാവാമുകുന്ദൻ്റെ കൂടി സാന്നിധ്യമുള്ളതുകൊണ്ട് ഇവിടെ നാവാമുകുന്ദൻ്റെ ഒരു പ്രതിഷ്ഠ കൂടി ഉണ്ട്. എല്ലാ ക്ഷേത്രത്തിലെല്ലാം തൊഴുതു കഴിഞ്ഞാൽ നാവാമുകുന്ദനെയും കൂടി വണങ്ങിയിട്ടാണ് പോവുക. ഈ മൃത്യുഞ്ജയ മൂർത്തി എന്നുള്ളത് ഇവിടെ ഈ ശ്രീകോവിലേക്ക് കയറി വന്നപ്പോൾ, മാർക്കണ്ഡേയൻ കയറി വന്നപ്പോൾ കാലൻ, അതായത് ഇപ്പുറത്തുള്ള മൂലസ്ഥാനമുണ്ട്, അവിടെ കയറി വന്നപ്പോൾ കാലൻ കയറ് എറിയുകയും ശിവലിംഗവും മാർക്കണ്ഡേയനും ഒന്നിച്ച് കയറ് കുരുക്കുകയും വലിക്കുകയും ചെയ്തപ്പോൾ ശിവന്റെ കിങ്കരനാണെങ്കിലും കാലൻ ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ കാലനെ നിഗ്രഹിച്ച് ആ ശൂലം കഴുകിയ കുളമെന്ന ഐതിഹ്യം ഇപ്പോഴും അവിടെയുണ്ട്. ശൂലം കഴുകിയ കുളം ഇവിടെ തൊട്ടടുത്തുണ്ട്. അപ്പോൾ കാലൻ അവിടെ ആരും പോയി കഴിഞ്ഞാൽ അശുദ്ധമാവും എന്നുള്ള സങ്കല്പമാണ് ഇപ്പോഴുള്ളത്. കാലനിഗ്രഹം കഴിഞ്ഞ് ശിവൻ അതിൻ്റെ താപം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടി ഈ തീർത്ഥക്കുളത്തിൽ വെച്ച്, ഇവിടെയുള്ള തീർത്ഥക്കുളത്തിൽ വെച്ച് ഒരു പാനി കൊണ്ട് വെള്ളം തലയിലൊഴിക്കുകയും ആ സമയത്ത് ഒരു കുട്ടി വന്ന് ഞാൻ സഹായിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം സഹായിച്ചോളാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം അപ്രത്യക്ഷനായി. ബാക്കി ശ്രീകോവിലിൽ വെച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ആ കുട്ടിയുടെ ഫാമിലിയാണ് ഇപ്പോൾ കൽപ്പുഴ ഇവിടുത്തെ തന്ത്രിമാരെ എന്നുള്ള ആണ് ഐതിഹ്യം.
അപ്പോൾ അവർ ഇപ്പോഴും ഗംഗാഭിഷേകവും എല്ലാം അതിൻ്റെ പിന്തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴും നടന്നു വരുന്നു. വളരെ ഐതിഹ്യ പെരുമയുള്ള തൃപ്രങ്ങോട്ടപ്പൻ്റെ മണ്ണിൽ ശിവരാത്രി മഹോത്സവം വളരെ സമൃദ്ധമായിട്ട് ആഘോഷിക്കുന്നു. ശിവരാത്രിയോടനുബന്ധിച്ച് എന്തൊക്കെ പ്രത്യേക പൂജകളും പ്രത്യേക ചടങ്ങുകളും ആണ് ഈ ക്ഷേത്രത്തിലുള്ളത്? പ്രത്യേക പൂജകൾ എന്നാൽ തൃപ്രങ്ങോട്ട് അമ്പലത്തിൽ 365 ദിവസവും തന്ത്രിയുടെ പൂജയുള്ള ഒരു ക്ഷേത്രമാണ്. അതിനാൽ തന്നെ പ്രത്യേകമല്ല, ദിവസവും തന്നെ പ്രത്യേക പൂജയുള്ള ക്ഷേത്രമാണ്. അപ്പോൾ ശംഖാഭിഷേകം, ഹോമം എല്ലാം ഉണ്ട്. ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ ഇന്ന് രാവിലെ 3:30 തുറന്നു കഴിഞ്ഞാൽ നാളെ 7 മണിക്ക് നട അടയ്ക്കുന്നു. നാളെ 7 മണിക്ക് നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് പുണ്യാഹം എല്ലാവരുടെയും പുണ്യാഹം ചെയ്ത് ആവർത്തനമാണ് പൂജ മുഴുവൻ. രാവിലത്തെ പൂജ മുഴുവൻ ശംഖാഭിഷേകം ഉൾപ്പെടെയുള്ള ആവർത്തനമാണ് ഇവിടെ ചെയ്യുന്നത്. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ശിവരാത്രിയോട് അനുബന്ധിച്ച് പ്രത്യേക പൂജകൾ ഈ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ശിവക്ഷേത്രത്തിലും ഇത്തരത്തിൽ പ്രത്യേക പൂജകളും പ്രത്യേക വഴിപാടുകളും ഉണ്ട്. എല്ലാവരും ഇന്ന് ശിവക്ഷേത്രത്തിൽ ശിവഭക്തർ എല്ലാവരും ഇന്ന് ഇത്തരം പ്രത്യേകതയുള്ള എല്ലാ ശിവക്ഷേത്രങ്ങളിലും എത്തുന്നു. അവർ തങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം തന്നെ ശിവന് സമർപ്പിക്കുന്നു. എല്ലാം ദുഃഖങ്ങളും ശിവന് ശിവന്റെ മുൻപിൽ സമർപ്പിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്നു. അത്തരത്തിൽ എല്ലാ ശിവക്ഷേത്രങ്ങളിലും നിരവധി ഭക്തർ എത്തുന്നുണ്ട്. പ്രത്യേക പൂജകൾ, പ്രത്യേക ചടങ്ങുകൾ ശിവക്ഷേത്രത്തിലുണ്ട്. ഇന്ന് ശിവന് വേണ്ടി എല്ലാവരും ഉറക്കമൊഴിക്കുന്ന ഒരു ദിനം കൂടിയാണ്. ശിവൻ ഇന്ന് ഉറങ്ങുമ്പോൾ ബാക്കി വർഷത്തിലെ മറ്റെല്ലാ ദിവസങ്ങളിലും പരമശിവൻ ജനങ്ങൾക്ക് വേണ്ടി, അവർ സുരക്ഷയ്ക്ക് വേണ്ടി, അവർക്ക് വേണ്ടി കാവലിരിക്കുമ്പോൾ ഇന്ന് ഒരു ദിവസം പരമശിവൻ ഉറങ്ങുന്നു. ആ ശിവന് വേണ്ടി ഭക്തരെല്ലാവരും തന്നെ കാവലിരിക്കുന്നു എന്നുള്ള ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പാലാഴി മഥനവുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. പാലാഴി മഥനം കടഞ്ഞി എടുക്കുന്ന സമയത്ത് അതിൽ നിന്നും കാളക്കൂട വിഷം പുറത്തു വരുന്നു. അത് ലോകത്തിന് വലിയ വിനാശകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കി പരമശിവൻ ആ കാളക്കൂട വിഷം വീഴുന്ന ഒരു അവസ്ഥ പിന്നീട് പാർവതി ദേവി ശിവന്റെ കണ്ടത്തിൽ അത് ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടി ശിവന്റെ കണ്ടത്തിൽ മുറുകെ പിടിക്കുന്നു. ആ സമയത്ത് അവർ പ്രാർത്ഥിക്കുന്നു. പാർവതി ദേവിയും അതോടൊപ്പം മറ്റ് ശിവഭക്തരെല്ലാം തന്നെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ശിവന്റെ കണ്ടത്തിൽ ആ കാളകൂട ആ പ്രാർത്ഥിക്കുന്ന ആ ഒരു ദിവസം കൂടിയാണ് ശിവരാത്രി എന്നൊരു ഐതിഹ്യമുണ്ട്. അതോടൊപ്പം ശിവപാർവതി വിവാഹം കഴിഞ്ഞ ഒരു ദിവസമാണ്, വിവാഹം നടന്ന ഒരു ദിവസമാണ് ഈ ഒരു ദിനം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ നിരവധി ഐതിഹ്യങ്ങൾ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ശരി, അവിടെ വലിയ തിരക്കുണ്ടോ, മാത്രമല്ല ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയാണ്. പഞ്ചാരിമേളമൊക്കെ തന്നെ ഉണ്ട്, അതിൻ്റെ ഒരു ആഘോഷമൊക്കെ തന്നെ നടക്കുകയാണ്. ഒപ്പം ഐതിഹ്യമൊക്കെ തന്നെ വ്യക്തമായിട്ട് ആ ക്ഷേത്രത്തിലെ പ്രതിനിധി നമ്മളോട് പറയുകയും ചെയ്തു. മലപ്പുറം തിരൂർ തൃപ്പങ്ങോട് ശിവക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ശിവദാസ് കന്മനം പങ്കുവച്ചത്.